ദ മാർവൽസ്. ഈ ഒരു സിനിമ ഞാൻ തിയേറ്റർ മിസ്സാക്കിയൊരു പടം തന്നെയാണ്. ഞങ്ങൾക്ക് ഓൾറെഡി ആ മാർവലിൻ്റെ കുറേ കാലത്തിന് ശേഷം ഇറങ്ങിയൊരു പടമാണ്. അപ്പോൾ ഈ ഒരു പടം അത്രക്കും ഭയങ്കര ഹൈപ്പില്ലാതെ തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അതായത് അത്രക്കും എക്സൈറ്റ്മെൻ്റ് എല്ലാം കുറഞ്ഞ രീതിയിലേക്കാണ് ഈ ഒരു പടം ഇറങ്ങിയത്. അപ്പം തന്നെ എനിക്കൊരു കാണാനുള്ള ഭയങ്കര ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു പടം തന്നെയായിരുന്നു ഒരു ദ മാർവൽസ് എന്ന് പറഞ്ഞ പടം. പിന്നെ ഇപ്പോഴാണ് റീസെൻ്റ് OTT ഇറങ്ങിയത്. സോ OTT കണ്ടപ്പോൾ ഒന്ന് വാച്ച് ചെയ്തു. സോ വാച്ച് ചെയ്തപ്പം പ്രതീക്ഷകളും കുറച്ചതിനെ കൊണ്ടാണെന്ന് തോന്നുന്നു. അതായത് ഭയങ്കര മോശം സിനിമയായിരിക്കും വിചാരിച്ചതിനെ കൊണ്ടായിരിക്കും തോന്നുന്നു. എനിക്കൊരു കുറച്ചൊരു ആവറേജ് ഫീൽ ഈ സിനിമ തന്നു. സോ ആ ഒരു കാര്യം അതിനകത്തൊരു എക്സൈറ്റ്മെൻറ്റ് ആക്കുന്ന ഒരു കാര്യം. അതായത് ഭയങ്കര മോശമെന്ന് വിചാരിച്ച പടം ഒരു ആവറേജ് ഫീൽ തരുവാണെങ്കിൽ അതിനകത്ത് കുറച്ച് കാര്യങ്ങളിൽ ഉണ്ടാവുമല്ലോ. സോ അതിനാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി ദ മാർവൽസ് എന്ന് പറഞ്ഞ സിനിമ ക്യാപ്റ്റൻ മാർവൽ സിനിമേൻ്റെ ഒരു സീക്വലായിട്ട് വേണമെങ്കിലും പറയാം നമുക്ക്. അതിൻ്റെ അകത്ത് കമലാക എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ വരുന്നത്, അതായത് നിങ്ങൾ മിസ്സസ് മാർവൽ സീരീസിലെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഡയറക്റ്റ് സീക്വലായിട്ടും ഈ സിനിമ വരാം. അതായത് ഈ മിസ്സസ് മാർവൽ എന്ന സീരീസ് നിർത്തിയ സ്ഥലത്താണ് ഈ ഒരു സിനിമ തുടങ്ങുന്നത്. സോ അതേപോലെ തന്നെ ഒരു മോണിക്ക റാമോ എന്നൊരു ക്യാരക്ടർ ഉണ്ട്. ഓൾറെഡി വാണ്ട വിഷനിലെല്ലാം വന്ന ക്യാരക്ടറാണ്. ക്യാപ്റ്റൻ മാർവെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ക്യാരക്ടർ ഇതിനകത്തുണ്ട്. സോ ഇവർ 3 പേരുടെ ഒരു ടീമപ്പും കാര്യങ്ങളും ഞാൻ ഈ സിനിമയിൽ ചർച്ച ചെയ്ത് പോകുന്നത് ആസ് യൂഷ്വൽ ട്രെയിലറിൽ കണ്ട പോലെ തന്നെയാണ്. സോ അതെല്ലാം ഒരു സൂപ്പർ ഹീറോ സ്റ്റഫ് പോലെയാണ് ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുള്ളത്. സൂപ്പർ ഹീറോ സ്റ്റഫ് തന്നെയാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഒരു അതായത് നമ്മളിപ്പോൾ വലിയ ആൾക്ക് കാണാൻ പറ്റിയ കാര്യങ്ങളൊന്നുമല്ല, കുഞ്ഞിക്കുട്ടികൾക്ക് കാണാൻ പറ്റിയൊരു സൂപ്പർ ഹീറോ സ്റ്റഫ് പോലെയാണ് ഇവർ എടുത്ത് വെച്ചിട്ടുള്ളത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് തോന്നിയത്. അതായത് കുഞ്ഞിക്കുട്ടിയെല്ലാം കൊണ്ടുപോയിട്ട് നമുക്ക് വേണമെങ്കിൽ കാണിക്കാൻ പറ്റിയൊരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ സിനിമ ഫുള്ളായിട്ട്. ഇതിനകത്ത് കുറച്ച് പോസിറ്റീവ്സും കാര്യങ്ങളും തോന്നിയെന്ന് വെച്ചാൽ ഇതിനകത്ത് ഫൈറ്റ് സീക്വൻസ് CGI നല്ല രീതിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. CGI ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ പറയാം. VFX ഒക്കെ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതെല്ലാ കാര്യത്തിലും ഈ ഒരു സിനിമയിൽ ഫുൾ VFXും കാര്യങ്ങളും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് നല്ല രീതിക്ക് ഇവർ നല്ല യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെന്ന് വേണം പറയാം. ഈ ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇവർക്ക്. സ്വാപ്പ് ചെയ്യുന്ന കാര്യങ്ങളിലുണ്ട്. ഇവർ ഒരു 3 ആൾക്കാർ സ്വാപ്പ് ചെയ്ത് മാറുന്നുണ്ടെങ്കിൽ ട്രെയിലർ കണ്ടിട്ടുണ്ടാവും. 3 ആൾക്കാരും ഇങ്ങനെ മാറി വരുന്നത്. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ഇവർ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ഫസ്റ്റ് ഹാഫൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് എല്ലാം പോകുമ്പോൾ ലാസ്റ്റ് ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തുമ്പോൾ ഒരു ഭയങ്കര ക്ലീശ സംഭവങ്ങളാണ് കാണിച്ചുകൊണ്ടത്. അതായത് ഭയങ്കര ഫാസ്റ്റ് ബേസാണ് സിനിമ. ഫുള്ളായിട്ട് ഭയങ്കര ഫാസ്റ്റ് ബേസാണ്. ആകെ 1.25 മണിക്കൂറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഫാസ്റ്റ് ബേസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമോഷൻസിനൊരു പ്രാധാന്യം ഇല്ല എന്നാണ് പറയുക. അതായത് ഇമോഷൻസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് നമ്മൾ എന്തെന്നുള്ള രീതിയിലേക്കായി പോകും സിനിമ കാണുമ്പോൾ. അതായത് പെട്ടെന്നൊരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളും കഴിഞ്ഞ് അത് പെട്ടെന്ന് സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളും തുടങ്ങും. അത് പിന്നെ കരച്ചിലും പിടിച്ചിലും അങ്ങനത്തെ കാര്യങ്ങളും കാണിക്കുമ്പോൾ നമ്മൾ ഇതെന്താ സംഭവം തീരെ കണക്റ്റ് ആവില്ല ആ ഒരു കാര്യങ്ങൾ, ഇമോഷൻസും കാര്യങ്ങളും. ശരിക്കും അങ്ങനത്തെ ആവശ്യമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് കുറച്ച് സമയം എടുത്ത് കാണിക്കേണ്ട പോലെ തോന്നി. ഭയങ്കര ഫാസ്റ്റ് ബേസുള്ള സിനിമയിൽ ഇങ്ങനെ കാണിക്കുമ്പോൾ തീരെ കണക്റ്റ് ആവില്ല. അതൊക്കെ ഭയങ്കര നെഗറ്റീവായിട്ട് തന്നെ തോന്നി. അത് ക്ലൈമാക്സ് പോർഷനിലേക്ക് എത്തുമ്പോൾ അതിൻ്റെയൊക്കെ അപ്പറാണ് ഈ സിനിമ പോകുന്നത്. പക്ഷേ ഈ ഒരു VFX CGI ഉള്ളത് കൊണ്ട് തന്നെ കാണാൻ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. എസ്പെഷ്യലി തിയേറ്ററിലൊക്കെ നല്ല രസമുണ്ടായി 3Dയിലൊക്കെ കാണുമ്പോൾ. സോ ആ ഒരു കാര്യമൊക്കെ നൈസായിട്ട് തോന്നി. പിന്നെ ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. പിന്നെ ഈ പടത്തിലൊരു വില്ലനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് വില്ലനാണ് എനിക്ക് തിരിഞ്ഞിട്ടില്ല. ഒരു ഗേളാണ് ഒരു വില്ലൻ. ആ വില്ലൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ആ ഒരു വില്ലൻ ഈ സിനിമയിൽ വന്നിട്ട് അതേപാടി പോയിട്ടുണ്ട്. എനിക്കൊന്ന് ഞാൻ ഈ അടുക്ക മാർവൽ സ്റ്റോറീസ് കണ്ട ഏറ്റവും വേസ്റ്റ് വില്ലൻ ഈ ഒരു സിനിമയിൽ തന്നെ ആയിരിക്കും. എന്തിനോ ഈ സിനിമയ്ക്ക് ഒരു വില്ലൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ കൊണ്ടുവന്ന് ജസ്റ്റ് തട്ടിക്കൂട്ടി എടുത്ത് കൊണ്ടുവന്ന് അങ്ങ് കൊണ്ടുപോയി. ആ ഒരു വില്ലൻ്റെ ഒരു ഒറിജിൻ സ്റ്റോറി വരെ നമുക്ക് കിട്ടിയിട്ടില്ല. അങ്ങനത്തെ വിധത്തിലാണ് ഈ വില്ലനെ കൊണ്ടുപോയിട്ടുള്ളത്. ഭയങ്കര ക്ലീശായിട്ടുള്ള വില്ലനാണ്. നമുക്ക് തീരെ ഇഷ്ടപ്പെടില്ല. നമുക്ക് ഇവൻ മെമ്മറബിൾ തന്നെയല്ലേ ഒരു ക്യാരക്ടർ. അപ്പോൾ അങ്ങനത്തെ ഭയങ്കര നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ആക്കിയ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ് കേട്ടോ. പോസ്റ്റ് ക്രെഡിറ്റ് സീന് അടിപൊളി തന്നെയാണ്. അതായത് എക്സൈറ്റ്മെൻറ്റ് ആക്കുന്ന കാര്യങ്ങൾ ഞാൻ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ കാണിച്ചുകൊണ്ടത്. എസ്പെഷ്യലി മാർവലിൻ്റെ ഇനി ഫ്യൂച്ചറിലുള്ള ആ ഒരു കാര്യങ്ങളുടെ ടീസ് ആയിട്ടാണ് ഈ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ കണ്ടിട്ടുള്ളത്. സോ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആക്കുന്ന കാര്യം തന്നെയാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു സിനിമയെ പറ്റി പോസിറ്റീവായിട്ട് പറയാനുള്ളത്. സോ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീന് കാണാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിനിമ കാണാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സിക്യൂഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. സോ ആ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ നല്ലോണം ഈ ഒരു സിനിമയെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് വേറെ ലെതർ ബി കാണാൻ സിനിമ അറിയാം. ആ ഒരു സിനിമ ഭയങ്കര മോശം, എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അതിൻ്റെ അകത്തുള്ള പോസ്റ്റ് ക്രെഡിറ്റ് സീൻ, അതായത് സ്പൈഡർമാൻ നോ വേ ഹോമിലേക്കുള്ള ഒരു ടീസർ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടായിരുന്നു. സോ ആ ഒരു സീനുള്ള കൊണ്ടുപോയ സിനിമയ്ക്ക് കുറച്ചൊരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടി. അതേപോലെ തന്നെയാണ് എനിക്ക് ഈ സിനിമയിൽ ഈ കാര്യത്തിന് തോന്നിയത്. അതുകൊണ്ട് തന്നെ എനിക്കൊരു ആവറേജ് അനുഭവം ഈ സിനിമ കുറച്ച് തന്നു. ചില സ്ഥലത്തൊക്കെ വലിയ ആവറേജ് അനുഭവം തരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ വെറുതെ ഒന്ന് ടൈം പാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കണ്ടിരിക്കാം. നിങ്ങളിപ്പോൾ മാർവൽ സിനിമയൊക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കുക. സോ അത്രേ പറയാനുള്ള ഒരു ടൈം പാസിന് കണ്ടുനോക്കുക. അങ്ങനെ ബോറടിക്കുന്നൊന്നുമില്ല. കാണിക്കേണ്ട കാര്യങ്ങളെല്ലാം കാണിച്ച് വേഗം തീർക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമായിട്ടും തോന്നില്ല. സോ അത്ര എനിക്ക് മാർവൽ സീസൺ പറ്റി പറയാനുള്ളൂ. പിന്നെ കുറച്ച് ഗസ്റ്റ് റോസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നിക് ഫ്യൂരൊക്കെ ഇതിനകത്ത് നിങ്ങൾ ഓൾറെഡി അറിയാം. സോ സീക്രട്ട് ഇൻവേഷൻ ശേഷം കിടക്കുന്ന കഥയാൻ തോന്നാം. സീക്രട്ട് ഇൻവേഷനിൽ നിക് ഫ്യൂർ എന്തിനാ സ്പേസ് പോകുന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കാണിച്ചുള്ളത്. സോ അതൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഗ്രാസ്പ് ചെയ്യാൻ വേണ്ടി ഈ സിനിമ കണ്ടുനോക്കുക. സോ ഇനി ഫ്യൂച്ചറിൽ വരുന്ന സിനിമയൊക്കെ നല്ലൊരു പ്രതീക്ഷയുണ്ട്. ഈ സിനിമ എനിക്കൊരു ആവറേജ് അനുഭവം തന്നു, അത്രേ ഉള്ളൂ. സോ ഈ സിനിമ തീരെ മോശം എന്ന് പറയാൻ കഴിയില്ല. കുറച്ചെല്ലാം ഇങ്ങനത്തെ പോസിറ്റീവ്സ് കാര്യങ്ങൾ ഉള്ളതിനെ കൊണ്ട് എല്ലാം കൂടെ ഒപ്പിച്ച് വെച്ചാൽ നമുക്കൊരു ആവറേജ് അനുഭവം സിനിമ ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമുക്ക് തരുന്നുണ്ട്. സോ അത്ര പറയാനുള്ള സിനിമയെ പറ്റിയിട്ട് കണ്ടിട്ട് അതെന്തായാലും കണ്ടുനോക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി.